അപ്പോൾ നാളെയാണ് മെയ് 4-ാം തീയതി നമ്മുടെ കേരള അസംബ്ലി ഇലക്ഷന്റെ റിസൾട്ട് വരുന്നത്. അതായത് 2026 മുതൽ 2031 വരെയും കേരളം ആരാണ് ഭരിക്കാൻ പോകുന്നത്, ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് അധികാരത്തിലേറാനായിട്ട് പോകുന്നത്, എത്രത്തോളം സീറ്റ് കിട്ടും, അതിന്റെയൊക്കെ പൂർണ്ണമായിട്ടുള്ള ഉത്തരം നമുക്ക് ഏകദേശം നാളെ ഉച്ചയോടനുബന്ധിച്ചുകൊണ്ട് കിട്ടുന്നതായിരിക്കും. എന്തൊക്കെയാണെങ്കിലും ഇത്രയും നാളത്തെ ആ ഒരു ഇലക്ഷൻ പോരാട്ടം, UDFും LDFും തമ്മിലുണ്ടായിരുന്ന ആ ഒരു ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ, അതുപോലെ തന്നെ ആരാവും മുഖ്യമന്ത്രി എന്ന് ഇതുവരെയും കണ്ടെത്താൻ പറ്റാത്ത രീതിയിലുള്ള ആ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ എല്ലാം നാളത്തോടുകൂടി ഏകദേശം അവസാനിക്കുന്നതായിരിക്കും. ഈ പറയുന്നത് പോലെ UDF പാർട്ടിക്ക് എത്ര സീറ്റ് കിട്ടും, LDF പാർട്ടിക്ക് എത്ര സീറ്റ് കിട്ടും, BJP ഈ പ്രാവശ്യം കുറച്ച് സീറ്റുകൾ നേടുമോ, എല്ലാത്തിനും ഉത്തരം നമുക്ക് നാളെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഓരോരോ ജനങ്ങൾക്കും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള പാർട്ടികൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, ഓരോരുത്തർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥാനാർത്ഥികളും ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നാളെ വരാനിരിക്കുന്ന ഇലക്ഷൻ റിസൾട്ടിന്റെ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റാണ് ഇപ്പൊ നമ്മൾ പുറത്തേക്ക് വിടുന്നത്. അതായത് ഏത് പാർട്ടി ആയിരിക്കും അധികാരത്തിലേറാൻ പോകുന്നത്, എത്ര സീറ്റ് അവർക്ക് കിട്ടും, ആ ഒരു പാർട്ടി വന്നു കഴിഞ്ഞാൽ ആരാവും മുഖ്യമന്ത്രി, ഇതൊക്കെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ സൈറ്റുകളുടെ അടിസ്ഥാനത്തിലും സോഷ്യൽ മീഡിയ ട്രെൻഡിങ്ങിന്റെ അടിസ്ഥാനത്തിലും വാർത്താ ചാനലുകൾ കൊടുക്കുന്ന റിപ്പോർട്ട്സിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ആദ്യം തന്നെ ഞാൻ UDF പാർട്ടിയുടെ കാര്യം പറയാം. ഈ വരുന്ന മെയ് 4-ാം തീയതി, അതായത് നാളെ മെയ് 4-ാം തീയതി റിസൾട്ട് വരുന്ന സമയത്ത് ഏകദേശം 140 സീറ്റുകളിൽ 85 സീറ്റുകൾ നേടി UDF ആ ഒരു പാർട്ടി വിജയിക്കാനായിട്ടുള്ള സാധ്യതയാണ് ഇപ്പൊ കാണുന്നത്. ഈ പറയുന്ന പോലെ UDF പാർട്ടി 85 സീറ്റുകൾ നേടി വിജയിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി ആവാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ സാർ തന്നെയായിരിക്കും. അടുത്തതായിട്ട് രണ്ടാമത്തെ പേര് KC വേണുഗോപാൽ സാറായിരിക്കും. മൂന്നാമത്തത് രമേശ് ചെന്നിത്തല സാറായിരിക്കും. അപ്പൊ ഇവർ 3 പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ഈ വരുന്ന 2026 മുതൽ 2031 വരെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാനായിട്ട് പോകുന്നത്. അടുത്തതായിട്ട് LDF പാർട്ടിയുടെ കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം 52 സീറ്റുകൾ ഈ ഒരു ഇലക്ഷന്റെ ഭാഗമായിട്ട് നേടിയെടുക്കാനായിട്ട് LDF പാർട്ടിക്ക് സാധിക്കുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് പോലെ LDF പാർട്ടി ഈ ഒരു 52 സീറ്റിൽ കൂടുതൽ നേടിക്കൊണ്ട്, അതായത് UDF പാർട്ടിയെ വെട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തത് നമ്മുടെ ഇപ്പോഴത്തെ CM ആയിട്ടുള്ള പിണറായി വിജയൻ സാറിനെ തന്നെ ആയിരിക്കും. അടുത്തത് നമ്മുടെ KK ശൈലജ ടീച്ചറിനെ കൺസിഡർ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ പേര് ഞാൻ MV ഗോവിന്ദന്റെ പറയും. അപ്പൊ ഇവർ 3 പേരുമായിരിക്കും LDF പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വരുന്ന മുഖ്യമന്ത്രി കാൻഡിഡേറ്റ്സ്. അപ്പോൾ അടുത്തതായിട്ട് BJPയുടെ കാര്യം, ഈ പ്രാവശ്യം BJP അധികാരത്തിൽ വരുമെന്നുള്ള കാര്യം നമുക്ക് അത്ര ഉറപ്പൊന്നുമല്ല. എന്തൊക്കെയാണെങ്കിലും 140 സീറ്റുകളിൽ ഏകദേശം 3 സീറ്റുകൾ നേടിയെടുക്കാനായിട്ട് BJPക്ക് ഈ പ്രാവശ്യം സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് UDFന് ഏകദേശം 85 സീറ്റുകളാണ് പറയുന്നത്. അടുത്തതായിട്ട് LDF പാർട്ടിയുടെ കാര്യത്തിൽ ഏകദേശം 52 സീറ്റുകളും BJPയുടെ കാര്യത്തിൽ ഏകദേശം 3 സീറ്റുകളുമാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റ് പോലെ പറയുന്നത്. ബാക്കി കാര്യങ്ങൾ നാളെ ഈ പറയുന്ന ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടി ആരാണ്, അതുപോലെ ആരായിരിക്കണം മുഖ്യമന്ത്രി, നിങ്ങളുടെ ഇഷ്ട സ്ഥാനാർത്ഥി ആരാണ്, എല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ജനങ്ങൾ ഈ പറയുന്ന എഴുതിയ ജനവിധി എന്തായിരിക്കുമെന്ന് നാളെ മെയ് 4-ാം തീയതി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ ജനങ്ങൾ തന്നെ താഴെ കമന്റ് ചെയ്യൂ ഏത് പാർട്ടി അധികാരത്തിലേറും എന്നുള്ളത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്